ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഫുൾ ഡേ ഇല്ല കേട്ടോ, ഹാഫ് ഡേ ഇട്ടു. അപ്പം ഉച്ച തൊട്ടിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. ഉച്ച തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പം പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് വെച്ച് എടുത്തതാണ്. അപ്പോൾ ഇച്ചൂന് ഞാൻ ഡ്രസ്സ് മാറിക്കൊടുക്കാൻ അലമാരി പറഞ്ഞ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അലമാരി തുറന്നപ്പം ഈ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ മൂന്നാർ പോയപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ്. പിന്നെ ഉടനെ അതിട്ടാണ് അവന്. പിന്നെ അതൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിൽ ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടൊരു ഷോപ്പിൽ, അവിടെ വഴിയിൽ കണ്ടൊരു കടയിൽ ഊണ് കഴിക്കാൻ കയറിയത്. അപ്പം ഊണ് കഴിച്ചോടെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്ത് ഇച്ചുനുള്ളത് പാഴ്സൽ മേടിച്ചു കേട്ടോ. ആൾ നല്ല ഉറക്കമായി അപ്പോഴത്തേനും. ഇച്ചുവിൻ്റെ കയ്യിലിരുന്നുകൊണ്ട് ഇക്ക എനിക്കത് തുറന്നു തന്നത്. ഫുഡൊക്കെ നല്ലതായിരുന്നേ. ഫുഡ് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി. അപ്പം ഇച്ചു ഇതിനിടയിൽ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുള്ള ഫുഡ് ഞാൻ വണ്ടിയിലിരുന്ന് വാരിക്കൊടുത്ത്. ഇച്ചു ഉമ്മയുടെ പൊന്നെ ഓടുവാ. കോന്നി എക്കോ ടൂറിസം കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇക്ക അങ്ങോട്ട് പോയി. ഒരാൾക്ക് 80 രൂപ. എനിക്ക് ഇക്കാക്കും എടുത്ത് ഇച്ചുവിന് എടുക്കണ്ടായിരുന്നു. പിന്നെ 2 വീലർ ആണെങ്കിൽ 20 രൂപയും വണ്ടിക്ക് പാർക്കിങ്ങിനും, 4 വീലർ ആണെങ്കിൽ 40 രൂപ. അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് 200 രൂപയായി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വീണ്ടും അകത്തോട്ട് പോകാം. അപ്പം ടിക്കറ്റൊക്കെ സെക്യൂരിറ്റി മാമിനെ കാണിച്ചിട്ട് ഞങ്ങൾ അകത്ത് പോയി. ഇതിനകത്തൊരു പാർക്കുണ്ട് കേട്ടോ. ഇച്ചുവിനെ കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു. മേളിൽ കയറാറായോ അതിന്? ഈ ഊഞ്ഞാലി ഇരിക്കാം വേണ്ട. ഈ മേളിൽ എങ്ങനെ കയറും? എങ്ങനെ കയറും? വേറെ എന്തെങ്കിലും കയറണ്ട, ഇത് തന്നെ കയറണം അല്ലേ? കയറിക്കോ. അത് വണ്ടി ഇഞ്ഞത്താ നിക്ക്, ഞാൻ വന്നിട്ട് കയറാം. അവിടെ നിക്ക്, ഞാനിവിടെ വരട്ട്. ഇത് പിടിച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കളിയൊക്കെ ആയിരുന്നു. ഇതിലവന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിലങ്ങ് ഇരിക്കുമായിരുന്നു. ഓരോ പിള്ളേർ കയറും ഇറങ്ങും. ഇവൻ ഇതിൽ തന്നെ ഇരുന്ന് എന്നെ കൊണ്ട് അങ്ങ് കറപ്പിക്കുമായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് നമുക്ക് മേളിൽ ആന കാണാം. അപ്പം ഇവിടെ ഒരു ആനയുടെ ഒരു രൂപം പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ തൊടാൻ നമുക്ക് എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൽ നിന്ന് അവനെ ഇറക്കിയത്. അവനെ തൊടാൻ പോകാമെന്ന് പറഞ്ഞിട്ട് തൊട്ടില്ല. വന്നൊന്നും തൊട്ടിട്ട് അവന് പിന്നെ അത് വേണ്ട, എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. പിന്നെ അവന് വേണ്ടെന്ന് പറയാം. വേണ്ട, നമുക്ക് പോകാമെന്നാണ് പറയുന്നത്. വെള്ളം വേണോ? വേണ്ട. പിന്നെന്താ വേണം? നല്ല രസമുണ്ട് അല്ലേ? തണലൊക്കെയാണ്. ഇച്ചു മേളിൽ ആന വായിച്ചത് കൊണ്ട് കാണിച്ചിട്ട് തരാം. ഇച്ചുവേണ്ട ആന ഓൻ്റെ മേളിൽ ബാ. അതെ കണ്ടോ? ഇച്ചു അത് എന്തുവാ ഇത്? ഇവിടെ നിക്ക്, പോലെ പോലെ എന്തുവാ ഇത്? എന്ത് വെച്ചു? ആനയൊക്കെ കണ്ട് കുറേ നേരം അവിടെ അങ്ങനെ സമയം പോയി. ഒരു ആനയ്ക്ക് ആന മതപാടിലാന്ന് എഴുതി ഇങ്ങനെ ബാനറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ അതവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഇച്ചു ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്ത് സംഭവം എന്നൊക്കെ അറിയാനും അവന് ഇഷ്ടമായി. പിന്നെ ഈ ആനയുടെ തന്നെ ഒരു മ്യൂസിയം പോലെ, എലിഫൻറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കയറുമ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആനയുടെ സ്കെലിറ്റനൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്തൊരു വലിയൊരു രൂപമൊക്കെ ആനയുടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കാണാൻ നല്ല രസമാണ്. അതിനെക്കുറിച്ച് എല്ലാ സംഭവം അവർ എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. അവിടെ തന്നെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ ഒരുപാട് ഫുഡൊന്നുമില്ല,
കോഫിയും പിന്നെ ഇതുപോലെ ഐസ്ക്രീമും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചുനൊരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത്. പിന്നെ അവിടെ കിടന്ന് തറയിൽ വീഴുകയൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ കുറച്ച് അഴുക്കായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പിന്നെ കോന്നിയിൽ ഫെസ്റ്റ് കാണാൻ വന്നു. ഇപ്പം ഫെസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ ഫെസ്റ്റ് കാണത്തില്ല, സംഭവം എല്ലാം അഴിച്ചിറക്കി പോയി. ഞങ്ങൾ തീരുന്നതിന് 3 ദിവസം മുമ്പിട്ടാണ് എത്തിയത്. അപ്പം ഞാൻ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ച്, എഡിറ്റൊക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ച്. ഇവിടെ ഒരാൾക്ക് എന്തോ 80 രൂപയോ 60 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ മറന്നുപോയി. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. സംഭവം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാം നല്ല കണ്ട് കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാണുമായിരുന്നു. ഇച്ചുവിനൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണം, അങ്ങനെ കണ്ടു വന്നിട്ട് ആദ്യം കയറിയപ്പം കുറച്ച് വീഡിയോ എടുത്ത്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഈ റൈഡൊക്കെ കയറുന്നത് അവിടെ കുറച്ചെടുത്തത്. പിന്നെ ചുമ്മാ അവിടെ പഴയ ഫോണൊക്കെ കണ്ടപ്പം എടുത്ത് കറക്കി നോക്കുക വാപ്പിയും മോനും കൂടെ. വയറിച്ചുണ്ട് കയ്യില. വേഗം വിളിക്ക്. ആരെ വിളിക്കണേ? കേട്ടില്ല. കിട്ടിയാ? ആ കളിക്ക്. ഇരുന്ന് ക്ഷീണിച്ച എന്റെ കുഞ്ഞ്. വെള്ളം വല്ലതും വേണോ? വാ, ഉമ്മയുണ്ടല്ലോ, വാ ഉമ്മയുടെ അടുത്ത് വാ. എന്താ തൊടല്ലേ ചേച്ചി, വാട എടുക്കും. പിന്നെ അതിനകത്ത് കയറി സംഭവങ്ങളെല്ലാം കാണാനുണ്ടല്ലോ, എല്ലാം കണ്ട് പിന്നെ ഫുഡ് കഴിക്കാണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് നമ്മൾ കാണുന്നതൊക്കെ ഓരോന്നൊക്കെ മേടിച്ചിരിക്കും. ഫുഡൊക്കെ കഴിച്ച് കുറേയൊക്കെ വീഡിയോ എടുത്ത് കുറേയൊന്നും എടുത്തില്ല. ഇനി ഇച്ചുവിനൊരു വണ്ടി മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഇഷ്ടം അനുസരിച്ച് മേടിക്കും. അപ്പോൾ അവന് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവന് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെ. പിന്നെ അവൻ്റെ ഇഷ്ടപ്രകാരം ഒരു വണ്ടി എടുത്തു കൊടുത്ത്. പിന്നെ അവിടെ ജീപ്പ് കണ്ടപ്പം ജീപ്പിൽ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ ജീപ്പിൽ കൊണ്ട് കയറ്റി. അതിൽ കുറച്ച് നേരം കറങ്ങി. അതിൽ കറങ്ങിയിട്ട് പിന്നെ അടുത്ത് കാണുന്നതിലെല്ലാം കയറണം. ഓക്കെ, ഒരുപാട് സ്പീഡാക്കല്ലേ ഇച്ചു. ഇതിൽ അവന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ ഫോണിൽ ഷോർട്സ് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ നിരങ്ങുന്ന കാണാറുണ്ട്. അങ്ങനെ ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഇവനൊക്കെ വലിഞ്ഞ് കയറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കൊണ്ടുപോയി കയറാൻ ഞാൻ സമ്മതിച്ചില്ല. കൊണ്ടുപോയി സൈഡിൽ ഇങ്ങനെ നിർത്തി കുറച്ച് ദൂരമൊക്കെ പോയി ഒന്ന് കയറി നോക്കി ഇറങ്ങി വരും, കയറി നോക്കും ഇറങ്ങി വരും. അപ്പം ഞാൻ കരുതി കുറച്ച് ദൂരം അല്ലേ കയറട്ടെ എന്ന് വിചാരിച്ച് ഞാനും വിട്ടു. അവനെ കയറുന്നതിൻ്റെ ആ ഒരു സംഭവം മനസ്സിലായപ്പോഴത്തേനും അവനങ്ങ് വലിഞ്ഞ് ഫുള്ളങ്ങ് കയറിയിട്ട് ഇറങ്ങുന്നില്ല. ഞാനങ്ങ് പേടിച്ചും പോയി. വേറെ വലിയ പിള്ളേരൊക്കെ വന്ന് അവൻ്റെ ദേഹത്ത് വീഴുമോ എന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു. പിന്നെ തനിയെ തന്നെ ഇറങ്ങി വന്നിട്ട് വീണ്ടും കയറാൻ പോകുമായിരുന്നു. പിന്നെ അവിടെ ഫ്രണ്ടിൽ നിന്നൊരു പയ്യനോട് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിറക്കിയത്. കയറി പോകുന്ന ഒട്ടും വിചാരിച്ചില്ല. വലിച്ചിറക്കി കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഉറങ്ങിയില്ല, താമസിച്ചാണ് ഉറങ്ങിയത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു.